ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നന്ദ ടൂറ് പോകുവാണെന്നും അതുപോലെ ഇത്ര ആൺപിള്ളേരുടെ കൂടെ 18 ആൺപിള്ളേരുടെ കൂടെയാണ് പോകുന്നതെന്നും കേട്ട് കഴിഞ്ഞപ്പോഴേക്കും 1-9 പവിത്ര വന്ന് വീട്ടിലെല്ലാവരുടെയും കേൾക്ക പറഞ്ഞു കൊടുത്തു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇപ്പം രണ്ടാമത്തെ കാരണവരാണല്ലോ ഈ മഹേശ്വരൻ അതങ്ങ് എടുത്തു പിടിച്ചിട്ട് അതാണ് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, കുടുംബത്തിന് മാനാഭിമാനമുണ്ട്, കുടുംബത്തിന് അപമാനം വരുത്തുന്ന പ്രവർത്തികൾ ചെയ്യരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വേണ്ടുവോളം പറഞ്ഞ് അങ്ങ് ചെയ്യിക്കാനായിട്ട് അങ്ങനെ നോക്കുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പിങ്കിക്ക് പെട്ടെന്ന് ബോധോദയം വന്നു. 2 ദിവസത്തേക്ക് നന്ദയെന്ന് പറയുന്നവൾ ഇവിടെ നിന്ന് മാറി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഗൗതത്തിനെ ഫ്രീ ആയിട്ട് എനിക്ക് കിട്ടും. 2 ദിവസം എനിക്ക് ഗൗതത്തിനോട് വളരെ അടുത്ത് ഇടപഴകുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതല്ലേ നല്ലത്. എങ്ങനെയെങ്കിലും ഇവളെ ഇവിടെ നിന്ന് ഓടിക്കണം എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് വല്യമ്മാവനോട് കാര്യങ്ങൾ പറയണം. അത് പിന്നെ എൻ്റെ വാക്കുകൾക്ക് പ്രാധാന്യം ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് വലിയ ഡയലോഗും കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ പിങ്കിമോള് സമ്മതിച്ചത് കൊണ്ട് നന്ദ പൊക്കോട്ടെ, അതുവരെ നന്ദ പോവണ്ട, കുടുംബത്തിൻ്റെ അഭിമാനം പോകുമായിരുന്നു. പക്ഷേ പിങ്കിമോള് പറഞ്ഞതുകൊണ്ട് പൊക്കോട്ടെ, യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെയായി കാര്യം. അപ്പോഴേക്കും പവിത്ര ബോയ് ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാൻ റെഡിയായി കഴിഞ്ഞു. പോണ വഴി പൊക്കോളണമെന്ന് അമ്മായിയമ്മയും പറഞ്ഞു. അങ്ങനെ ആ ഒരു സംഭവം അവിടെ അങ്ങനെ കഴിഞ്ഞു. ഇത് കഴിഞ്ഞപ്പോഴേക്കും കണ്ടില്ലേ, നീ എത്ര വലിയ ശത്രുവായിട്ടാണ് പിങ്കിമോളെ കാണുന്നത്. നിന്റെ ഭാവിയുടെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് സപ്പോർട്ടായിട്ട് അല്ലെങ്കിൽ നിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇപ്പോൾ പിങ്കിമോളല്ലേ ഉണ്ടായുള്ളെന്നും പറഞ്ഞ് പിങ്കിയെ പിടിച്ച രൂപക്കൂട്ടിലേക്ക് അങ്ങ് വെച്ചു ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കൂടി. അപ്പോഴും നന്ദയും അതുപോലെ ഗൗതവും ഇങ്ങനെ നോക്കുവാട്ടോ, ഇവൾക്കിത് എന്തു പറ്റി എന്നുള്ളൊരിതിൽ. നന്ദയ്ക്ക് വ്യക്തമായിട്ട് മനസ്സിലായി അവളുടെ ഉള്ളിൽ എന്തോ ഒരു കെണി ഉണ്ടെന്നുള്ളത്. ഗൗതം അന്നേരം പൊട്ടനെ പോലെ തന്നെ ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. എന്നാലും ഈ പിങ്കി ചേച്ചി എന്താ ഇങ്ങനെ പറയുന്നതെന്ന് പവിത്ര അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്തെങ്കിലും കുറുക്കുവിദ്യ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരിക്കലും അവരിങ്ങനെ സംസാരിക്കില്ലെന്നും പവിത്രയ്ക്ക് വ്യക്തമായി കാര്യം മനസ്സിലായി. അങ്ങനെ ആ ഒരു സംഭവം അവിടെ കഴിഞ്ഞു. എന്തായാലും പിങ്കിമോളോട് ഇതിനൊക്കെ നീ കടപ്പെടുകയാണ് വേണ്ടത്, അല്ലെങ്കിൽ നന്ദി പറയുകയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഡയലോഗുകളും കാര്യങ്ങളും അങ്ങനെ ഇറക്കി. എന്തായാലും അത് കഴിഞ്ഞ് നമ്മുടെ നന്ദ അങ്ങ് കയറി പോവുകയും ചെയ്തു. പിങ്കിയും എല്ലാവരും സഭ പിരിഞ്ഞു. ഇത് കഴിഞ്ഞപ്പോൾ നമ്മുടെ നന്ദ ഇങ്ങനെ റൂമിലേക്ക് പോരാനായിട്ട് ഇങ്ങ് വരിക. ആ വരുന്ന സമയത്താണ് പിങ്കി അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. പിങ്കി അങ്ങ് ചെന്നിട്ട് നന്ദയെ പിടിച്ചു നിർത്തി. അപ്പോൾ കയ്യിൽ കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ പിടിച്ചുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം നന്ദയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ താൻ ചെയ്ത് കൊടുത്തോളാമെന്നും നന്ദയൊന്നും അറിയണ്ട, നന്ദയ്ക്ക് പെട്ടി പാക്ക് ചെയ്ത് കയ്യിലേക്ക് തരുമെന്നും സന്തോഷത്തോടു കൂടെ പോയി ടൂറൊക്കെ കഴിഞ്ഞ് വന്നാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് പിങ്കി ഭയങ്കര ആത്മാർത്ഥത കാണിക്കുകയാട്ടോ അവിടെ. അങ്ങനെ ആത്മാർത്ഥത കൂടിപ്പോയതാണ് ഇപ്പോൾ ഇവരുടെയൊക്കെ കണ്ണിൽ കാണുന്നത്. അങ്ങനെ ആ ഒരു തയ്യാറെടുപ്പിന് വേണ്ടിയിട്ട് പിങ്കി ആണെങ്കിലും നന്ദയുടെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ ഉള്ള ഒരു വ്യഗ്രതയൊക്കെ കാണിക്കുന്നു. അതുപോലെ തന്നെ പിങ്കിയുടെ കുറച്ച് ഡ്രസ്സുകൾ അതുവേണമെങ്കിലും നന്ദയ്ക്ക് ഇപ്പോൾ കൊടുത്തേക്കാം എന്നുള്ളൊരു മൈൻഡിൽ അങ്ങനെയും കുറേ ഡ്രസ്സുകളൊക്കെ എടുക്കുന്നു. അങ്ങനെ ഒരു പെട്ടി നിറച്ച് ഡ്രസ്സും കാര്യങ്ങളും എല്ലാം പാക്ക് ചെയ്യുക പിങ്കി. ആ സമയത്താണ് നമ്മുടെ നന്ദ അതിൽ വരുന്നത്. അങ്ങനെ നന്ദ അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പം പിങ്കിയെ കണ്ട് താങ്ക്സ് എന്ന് പറഞ്ഞു. താങ്ക്സോ? എന്തിന്? അല്ല, ഇത്രയും പേര് എനിക്ക് വേണ്ടി എന്നോട് പോകരുതെന്നും പറഞ്ഞുകൊണ്ട് വഴക്കുണ്ടാക്കിയപ്പോൾ എനിക്ക് വേണ്ടി ഒരു വാക്ക് സംസാരിക്കാൻ പിങ്കി ഉണ്ടായില്ലേ, അതിന് വേണ്ടിയിട്ടായി താങ്ക്സ് എന്ന് പറഞ്ഞു നന്ദ. അതിനെ എനിക്ക് നിൻ്റെ താങ്ക്സിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പിങ്കി പറയാം. പിന്നെ നീ പോയി പഠിച്ച് വലിയ ആളായതുകൊണ്ട് അല്ലെങ്കിൽ MBBS ആയതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു നേട്ടവും ഇല്ല. പക്ഷേ ഈ 2 ദിവസം ഇവിടെ നീ ഇല്ലാത്തത് എനിക്ക് അനുഗ്രഹം തന്നെയാണ്. നിന്നെ ഈ 2 ദിവസം ഇവിടുന്ന് ഓടിച്ചു വിടേണ്ടത് എൻ്റെ ആവശ്യമാണ്. ഈ 2 ദിവസത്തേക്ക് മാത്രമല്ല, നീ ഡോക്ടറായി പഠിത്തമൊക്കെ കഴിഞ്ഞ് ഇവിടെ നിന്ന് പോകുമ്പോൾ ഈ 2 ദിവസത്തേക്കാൾ ഉപരി എൻ്റെ ജീവിതത്തിൽ അങ്ങേ അറ്റം വരെ ഗൗതം എൻ്റെ കൂടെ വേണം. ആ ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുക നമ്മുടെ നന്ദയോട് പിങ്കി. ഇതെല്ലാം ഒരു പുഞ്ചിരിയോടുകൂടി ഏറ്റെടുത്തതല്ലാതെ കമാന്നൊരക്ഷരം നമ്മുടെ നന്ദ മിണ്ടിയില്ല. നന്ദ എല്ലാം ചിരിച്ചുകൊണ്ട് 2 കൈ നീട്ടി ഇങ്ങ് പോരട്ടെ എന്നുള്ള രീതിയിൽ കൈ നീട്ടി സ്വീകരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. പിങ്കി ആണെങ്കിലോ മന്ദബുദ്ധി പിങ്കി തൻ്റെ ഉള്ളിലുള്ളതെല്ലാം നമ്മുടെ നന്ദയുടെ മുന്നിലേക്ക് വിളിച്ചു പറയുകയും ചെയ്തു. ഇതെല്ലാം കണ്ടും കേട്ടും ആസ്വദിച്ച് നമ്മുടെ നന്ദ തൊട്ടരികിൽ നിൽപ്പുണ്ട്. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഞാൻ പൊയ്ക്കോട്ടെ എന്ന് നന്ദ ചോദിച്ചു. എന്തായാലും എനിവേ താങ്ക്സ്. കാരണം എനിക്ക് വേണ്ടി ഇത്രയ്ക്കൊക്കെ റിസ്ക് എടുക്കാൻ തയ്യാറായ നിനക്ക് ഞാൻ താങ്ക്സ് അല്ലാതെ വേറെ എന്ത് തരാനാണെന്ന് ചോദിച്ചു നന്ദ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. നന്ദി ഇങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കി ഇവർക്ക് എന്തെങ്കിലും കൊണ്ടില്ല എന്നുള്ള മട്ടിലിങ്ങനെ നിൽക്കുക. എന്തേലും ആവട്ടെ എന്ന് വിചാരിച്ച് വീണ്ടും തുണി മടക്ക്. അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞു. നമ്മുടെ ഗൗതം അന്നേരം റൂമിൽ ഇങ്ങനെ ഇരിക്കുക. പിങ്കി ഇങ്ങനെ പറഞ്ഞതിനെ പറ്റി ആലോചിച്ചേ. അപ്പം നന്ദ അങ്ങോട്ടേക്ക് ചെന്നു. എന്താ ഗൗതം സാർ ഇത്ര കാര്യമായിട്ട് ആലോചിക്കുന്നത്? ഞാൻ പോയി കഴിഞ്ഞിട്ടുള്ള പ്ലാൻ എന്താണെന്നാണോ ആലോചിക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പം ഞാൻ
അതിനെപ്പറ്റി തന്നെയായിരുന്നു ആലോചിച്ചത്. എന്നാലും എല്ലാവരും എതിർത്ത് പറഞ്ഞപ്പോൾ പിങ്കി എന്തുകൊണ്ടായിരിക്കും നിന്നെ വിടാനായിട്ട് തയ്യാറായത്, അല്ലെങ്കിൽ നിനക്ക് വേണ്ടി ഇവരോടെല്ലാവരോടും സംസാരിക്കാൻ തയ്യാറായത്? അതിൻ്റെ കാരണം എന്തെങ്കിലും നിനക്കറിയാവോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അതിൻ്റെ കാരണം വ്യക്തമല്ലേ ഗൗതം സാർ. ഞാനിവിടെ ഇല്ലാതിരിക്കുമ്പോൾ ഗൗതം സാറുമായിട്ട് കൂടുതൽ അടുക്കാൻ പിങ്കിക്ക് അവസരം കിട്ടും. മാത്രമല്ല സാറിനുമായിട്ട് അടുത്ത് ഇടപഴകാനും അവൾക്ക് കഴിയും. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, അവൾ എന്നോട് പറഞ്ഞതാ. ഞാൻ പഠിച്ച് ഡോക്ടറായി പോയി ഞാൻ എൻ്റെ ജീവിതം നോക്കി പോകുമ്പോൾ ജീവിതകാലം മുഴുവൻ ഗൗതം സാർ അവളുടെ കൂടെ ഉണ്ടാകും. അതിനൊരു ഉറപ്പ് അവൾക്ക് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവൾ ഇപ്പോഴേ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ഇതെല്ലാം അവൾ പറഞ്ഞതാണെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ഗൗതത്തിനോട് നന്ദ പറഞ്ഞു കൊടുത്തു. അപ്പം നന്ദ ഇതൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഗൗതം ഇങ്ങനെ ആകെ ഇതായിട്ടിരിക്കും കേട്ടോ. ഞാനൊരു കാര്യം ഗൗതം സാറിനോട് പറയട്ടെ. പറയേ. അല്ല സാറിന് എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എന്താടോ? ഞാൻ ഈ പോകുന്ന 2 ദിവസം പിങ്കി ഒന്ന് ജയിലിലടയ്ക്കാൻ പറ്റുമോ? ജയിലിലടയ്ക്കാനോ? എന്തിന്? എങ്ങനെ? അല്ല, എന്തെങ്കിലും ഒരു കേസ് അവളുടെ തലയിൽ വെച്ച് കെട്ടിക്കൊടുത്ത് ഞാൻ വരുന്നത് വരെ അവളെ സെല്ലിലിടാൻ പറ്റത്തില്ലേ? അതിന് ഗൗതം സാറിന് റൈറ്റ്സ് ഇല്ലേ? അവളുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കണ്ടുപിടിച്ചാൽ പോരെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടതേ നമ്മുടെ നന്ദ ഗൗതത്തിനോട് ഇങ്ങനെ പറയുന്നു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശരി ചെയ്യാം, അതിനിപ്പോൾ എന്താ കുഴപ്പം, അതിന് പിങ്കി എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ മതി എന്നും പറഞ്ഞ് നമ്മുടെ ഗൗതം ഇങ്ങനെ പറയാം. അപ്പോൾ നന്ദ ഉദ്ദേശിക്കുന്നത് ഗൗതത്തിനെ വശീകരിക്കാനുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു അവസരം പിങ്കിക്ക് കിട്ടരുത് എന്നുള്ളതാണ്. പിങ്കി അവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ സമാധാനമായിട്ട് പോയ കാര്യം നടത്തിയിട്ട് നമ്മുടെ നന്ദയ്ക്ക് തിരിച്ചു വരാം. പക്ഷേ പിങ്കി അവിടെ ഉണ്ടെങ്കിൽ പോയ കാര്യവും നടക്കില്ല, വീട്ടിലെ കാര്യം ഓർത്ത് ഇങ്ങനെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ കടിച്ചതും ഇല്ല പിടിച്ചതും ഇല്ലാതാവും നമ്മുടെ നന്ദയ്ക്ക്. അങ്ങനെ നന്ദയ്ക്ക് വേണ്ടിയിട്ട് പിങ്കിയെ 2 ദിവസത്തേക്ക് ജയിലിലിടാനായിട്ട് തീരുമാനിക്കുന്നു നമ്മുടെ ഗൗതം. അങ്ങനെ സമ്മതവും കൊടുത്തു. അങ്ങനെ ആ ഒരു സംഭവം ഇവർ തമ്മിൽ സംസാരിച്ച കാര്യങ്ങളൊന്നും പാവം പിങ്കി അറിയുന്നില്ല. എടി ഭയങ്കരേ നീ ആൾ കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗൗതം ഇങ്ങനെ നന്ദയെ കളിയാക്കുമ്പം എൻ്റെ ജീവിതം അത് ഞാൻ നോക്കണ്ടേ ഗൗതം സാറിന് ചോദിച്ചു. ഗൗതം സാറിന് എനിക്ക് തീരെ വിശ്വാസമില്ല. അല്ല അങ്ങനെയല്ല, അവളൊന്ന് കരഞ്ഞു വന്ന് പറയുമ്പോഴേക്കും ഗൗതം സാറിൻ്റെ മനസ്സലിയും. അതുകൊണ്ട് ഗൗതം സാറിനെ അവൾ മാക്സിമം മുതലെടുക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞതെന്നൊക്കെ നന്ദ ഇങ്ങനെ ഗൗതത്തിനോട് പറയുന്നു. ഇനിയിപ്പോൾ അങ്ങനെ ഒരു തെറ്റു പിങ്കിയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ പിങ്കിയെ ഉറപ്പായിട്ടും ജയിലിൽ ഇടുമെന്ന് നമ്മുടെ ഗോവിന്ദ് തറപ്പിച്ചു പറഞ്ഞു. നന്ദ അതിനുള്ള പണി ഒരുക്കും, അത് 100% ഉറപ്പാണ്. അങ്ങനെ ആ ഒരു സംഭവം കാര്യങ്ങളും ഒക്കെ അവിടെ ഇങ്ങനെ കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് രാവിലെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദ പോകാനായിട്ട് റെഡിയായി ഇറങ്ങി. അപ്പോൾ ഗൗതത്തിന് ഭയങ്കര സങ്കടം, നന്ദ പോകുന്നതിൻ്റെ ആ ഒരു വലിയ നിരാശയുണ്ട്. കാരണം നന്ദ പോയി കഴിഞ്ഞാൽ ശരിക്കും ഒറ്റപ്പെട്ടു പോകില്ല ഗൗതം. അങ്ങനെ ആ ഒരു ഇവർ തമ്മിലുള്ള സംസാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നന്ദ യാത്രയായി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും വന്ന് വട്ടം കൂടി നിൽക്കുന്നു. ആ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഭയങ്കര സന്തോഷവതിയായിട്ട് ആ പെട്ടി എടുത്ത് കയ്യിലേക്ക് അങ്ങ് വെച്ചു കൊടുത്തു. ഇതാ നന്ദേ പിടിച്ചോ എന്നും പറഞ്ഞുകൊണ്ട്. അത് സന്തോഷത്തോടെ നമ്മുടെ നന്ദ ഇങ്ങനെ കൈനീട്ടി വാങ്ങിച്ചു. ഒട്ടും പ്രതീക്ഷിച്ചില്ല ആശാത്തി ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമെന്നുള്ളത്. എന്തായാലും നമ്മുടെ നന്ദ ആൾ പൊളിയാണ്, പുലിയാണ്. നന്ദയുടെ ബുദ്ധിക്കൊപ്പം ഒന്നും ഓടിയെത്താൻ പിങ്കിയെ കൊണ്ട് കഴിയില്ല. അപ്പോൾ എന്തായാലും തോറ്റ് തുന്നം പാടി പിങ്കി എന്തെങ്കിലുമൊക്കെ പോയി വീഴും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ നാളത്തെ കഥ വരുന്നുണ്ട്. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്, എല്ലാവരും കാണണം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ. ഗുഡ് നൈറ്റ്.